ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചപ്പോൾ ഭക്തർക്കും അയ്യപ്പ വിശ്വാസികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാം വലിയ സന്തോഷമായിരുന്നു. കാരണം ഈശ്വര വിശ്വാസിയായ ഒരാൾ ശബരിമലയെ നന്നാക്കാൻ വരുന്നു. ഇതുവരെയുള്ള പ്രസിഡന്റുമാരൊക്കെ അടിച്ചു മാറ്റിയാലും അത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി ശബരിമല കൊള്ളയൊക്കെ നിൽക്കുന്ന സമയത്ത് സർക്കാർ മുഖം രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കെ ജയകുമാറിനെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ കരുതി ജയകുമാർ വരുമ്പോൾ ശബരിമലയിൽ കുറെ കൂടെ മാറ്റങ്ങൾ നടക്കും. ഇദ്ദേഹം വന്നതിന്റെ പിറ്റേന്ന് തന്നെ പുലാവും സാമ്പാറും ഒക്കെ മാറ്റിയിട്ട് നാളെ തന്നെ ഞാൻ 2 കൂട്ടം പ്രഥമനുമായിട്ടുള്ള സദ്യത ഒരുക്കുന്നു, ശബരിമലയിൽ മൊത്തം അഴിച്ചുപണികൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ഇപ്പോ ഒരു ഭക്തർ പറയുന്നത് ADGP ശ്രീജിത്തിനെയും മറ്റുദ്യോഗസ്ഥന്മാരെയും അല്ലാതെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളോ പ്രസിഡന്റോ ഒരാൾ പോലും ആ പരിസരത്തില്ല. ഈ പറയുന്ന സദ്യയൊക്കെ ഇതുവരെ കിട്ടിയിട്ട് പോലും ഇല്ല എന്ന്. യഥാർത്ഥത്തിൽ കോടതി ഇടപെടേണ്ട ഒരു വിഷയം കൂടിയല്ലേ ഇത്? കോടതി ഇടപെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹത്തെ ഈ ശബരിമല വിഷയത്തിന് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരുന്നല്ലോ ഏറ്റവും അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അയാളെ ഇരുത്തണോ അല്ലെങ്കിൽ ഇരുത്തിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അയാളെ മാറ്റിയാൽ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നൊക്കെ വെച്ചു. അവസാനം പാർട്ടിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ പോക്ക് പോയാൽ പ്രശാന്തിനെയും പൊക്കിയെടുത്ത് അകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് വെച്ച് ആരാണ്ടൊരു അട വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശാന്തൊക്കെ ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ പ്രശാന്ത് മൊഴിയെടുക്കുമെന്ന്. എന്നാലും മൊഴിയെടുപ്പിന് എന്താ സ്പീഡ് കുറവ്. ഇപ്പോൾ SIT സംഘത്തിനകത്ത് ഞൊഴിഞ്ഞേറ്റം നടന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ കൈകാര്യം അതെ ജയറാം എനിക്കൊന്ന് ഈ കേരള നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പോലും പോയി വെളിയിലെങ്ങനെ പോയി അഭിനയിക്കാനാണ് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ എത്ര പറയുമ്പോഴും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷണത്തിനകത്ത് ആദ്യത്തെ ഒരു ഊർജ്ജവും ഇടപെടലും ഒന്നുമില്ല. കാരണം അവരന്വേഷിച്ച് വന്നപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത തിമിംഗലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്തിനാ ഇതിനൊക്കെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നേ? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ മാത്രമാണ്. പുള്ളിക്ക് ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പണി നോക്കി പുള്ളി എടുത്തുകാരനും അല്ലെങ്കിൽ വെളിയിൽ പോകാം. അതിനുശേഷം എനിക്കിവിടെ കോഴിക്കോട്ടിരിക്കണം, മലപ്പുറത്തിരിക്കണം, തിരുവനന്തപുരത്തിരിക്കണം, അത്യാവശ്യം നേതാക്കന്മാരെ കാണണം, ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. അതുകൊണ്ട് താഴോട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിരിക്കാൻ പറ്റില്ല. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പം എവിടോ എന്തോ എങ്ങനെയോ അതിനകത്ത് ഒരു ചവിട്ടിപ്പിടുത്തം നടന്നിട്ടുണ്ട്. അതുപോട്ടെ. അപ്പം അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിക്കപ്പുറം ജനങ്ങൾക്കിടയിലുള്ള ഒരു IAS നേരത്തെ പേരെടുത്തിട്ടിരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള നേരത്തെ ശബരിമലയിൽ ഏൽപ്പിച്ചപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തെന്നൊക്കെ ഉള്ള ഒരു പേരെടുത്തിട്ടുള്ള ജയകുമാറിനെ വെച്ചു. ഇപ്പം ജയകുമാറിനെ വെച്ചതിന് ശേഷം ജയകുമാറിനെ പരിശോധിക്കുമ്പോൾ ജയകുമാർ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ജയകുമാർ ജനങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. പ്രസ്ഥാനങ്ങൾ ഇറക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തൻപ്രമാണിത്വം നടത്താൻ പറ്റാത്തത് കൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി ആരായാലും കൊള്ളക്കാരനായാലും കൊള്ളുവെപ്പുകാരനായാലും ഏത് പാർട്ടിക്കാരനായാലും ഈ സീസൺ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയങ്ങളിൽ അവിടെ കാണുന്നതാണ്. ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഇയാൾ ആദ്യം ഒരു കമ്മിറ്റി ആദ്യമായിട്ട് വിളിച്ചു. അന്നൊരു പ്രസ്താവനയൊക്കെ അങ്ങ് ഇറക്കി. ഞാൻ ഇവിടുത്തെ ഈ പറയുന്ന പോലെ അന്നദാനം വേണ്ട വിധത്തിൽ നല്ലതാക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ഒരു കാര്യമാണ്, ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കോടാനുകോടി രൂപ ഇതിൻ്റെ പിറകിൽ നിന്ന് അടിച്ചു മാറ്റുന്നൊരു കാര്യമാണ്. കാരണം അവിടെ കിടക്കുന്ന അരിയെല്ലാം കൂടെ വാരിയിട്ട് വേവിച്ച് അവിടുത്തെ നെയ്യും എല്ലാം എടുത്തിട്ട് പുലാവ് എന്ന് പറയുന്ന സാധനവും ഒരു വെണ്ടയ്ക്ക എല്ലാം കൂടെ ഇവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വരുന്നതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അന്നദാനത്തിന് കോടികളുടെ അല്ലെങ്കിൽ സാധാരണക്കാരൻ ആവശ്യം പോലെ പണം കൊടുക്കുന്ന ഒരു ഇതാണ് അന്നദാനം. സോറി സാർ. ഓക്കെ. സാധാരണക്കാരന് ആവശ്യം പോലെ പണം കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് കോടികൾ ദിവസവും അടിച്ചു മാറ്റുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കോടികൾ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നവരാണ് അന്നദാനത്തിന് വേണ്ടി. കാരണം അതൊരു വലിയ പുണ്യമായിട്ടാണ് ഹിന്ദു സമുദായത്തിൽ, അല്ലെങ്കിൽ മഹാദാനമെന്നാണ്, അതിനപ്പുറം ഒന്നുമില്ലെന്നാണ്. അപ്പോൾ ആ പൈസ വരുന്നുണ്ട്. അപ്പോൾ അന്നദാനത്തിന് അവിടെ വരുന്ന കോടാനുകൂടി ജനമാണ്. അപ്പം ഒരു ദിവസത്തെ അന്നദാനത്തിന് എത്ര എഴുതി മാറ്റി ഇതിനകത്തൊന്നും നോക്കി കാണാനും ഒന്നും ഒക്കത്തില്ല. മാത്രവുമല്ല ഇതിനകത്തൊക്കെ സ്പെഷ്യൽ ഓഡിറ്റിങ്ങും ഒന്നും ഉള്ളതായിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഉണ്ടോ, ഈ മരാമത്തിനൊന്നും അവിടെ ഓഡിറ്റേ ഇല്ല, എഴുതി വെക്കുന്ന കണക്ക്. അപ്പം അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, വൃത്തിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. എന്തുകൊണ്ട് പമ്പാ സദ്യയായി നിന്നിരിക്കുന്നു? അത് സത്യമാണ്. പമ്പാ സദ്യ ഇപ്പോൾ ഇടില്ല, പ്രശസ്തമായിരുന്നു പമ്പാ സദ്യ. അപ്പം അദ്ദേഹം ആദ്യത്തെ കമ്മിറ്റിക്കകത്ത് തന്നെ നല്ലൊരു കാര്യം കൊണ്ടുവന്നു. ഞാൻ നാളെ കണ്ട് 3 കൂട്ടം അല്ലെങ്കിൽ 2 കൂട്ടം പായസവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പമ്പാ സദ്യക്ക് സമമായിട്ട് ഉതകുന്ന രീതിയിൽ ഈ അന്നദാനം
അതായത് ഭക്തർ കൊടുക്കുന്ന പൈസ ഇവിടെ വരുന്ന ഭക്തർക്ക് തന്നെ അവർക്ക് അന്നദാനം അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി വീമ്പൊക്കെ ഇളക്കി പത്രപ്രസ്ഥാനം വന്ന് ഈ നിലത്ത് എല്ലാവരും നാളെ തന്നെ നാളെ തന്നെ സ്വാഗതം ചെയ്ത് നമ്മൾ വിചാരിച്ചേക്കും സദ്യ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇതുവരെ സദ്യ നടന്നിട്ടില്ല. പഴയ അന്നദാനം നടക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് ബോർഡിനകത്ത് 3 പേരാണല്ലോ ബോർഡിനകത്ത്. എനിക്ക് തോന്നുന്നു പ്രസിഡന്റും 2 ബോർഡ് മെമ്പർമാർ. ഈ ബോർഡിനകത്ത് പോലും ഒരു ഐക്യമില്ലെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ചില ബോർഡ് മെമ്പർമാർ ഈ പറയുന്ന ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് അന്നദാനത്തിന്റെ കാര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സുതാര്യമായിട്ട് അങ്ങനെ തൻപ്രമാണത്തിൽ നടത്തണ്ട, ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിട്ടൊക്കെ ഇടപെട്ട് ഈ ലോ കമ്മീഷണറും അല്ലെങ്കിൽ ഈ നമ്മുടെ തിരുവാഭരണ കമ്മീഷൻ ഇവരൊക്കെ ഇട്ട് ആലോചിച്ച് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നപ്പോൾ ഇദ്ദേഹവും IAS അദ്ദേഹം പറഞ്ഞ് നിങ്ങളങ്ങ് ചെയ്തെന്നുള്ള പുള്ളി കളഞ്ഞിട്ട് പോയി. ഏതായാലും അവിടെ പിണറായി വിജയൻ ഏൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾ മാറി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായിക്കോട്ടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടത്തുന്ന ആളാണെന്നുള്ള രീതിയിലേക്കൊക്കെ ഒരുക്കുകയും അദ്ദേഹം വന്ന് വൃത്തിയായിട്ട് കാര്യം പറയുകയൊക്കെ ചെയ്ത് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ദേവസ്വത്തിൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റും അതിൻ്റെ കമ്മിറ്റിയും ഒരു മേൽനോട്ടവും അല്ലെ അന്നദാനവും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അവിടെ വരുന്നു പോലുമില്ല. ഇപ്പോഴും കോടതി നിയമിച്ചിരിക്കുന്ന കോടതി മേൽനോട്ട സമിതി അല്ലെങ്കിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കെയർ ഓഫിലും ശ്രീജിത്ത് എന്ന് പറയുന്നത് ഒരു ഭക്തനാണ്. അവിടുത്തെ പണ്ട് പിണറായി വിജയൻ പറഞ്ഞപ്പം അല്ല ഒരു തീയം കൊണ്ട് അവിടെ കയറിയെന്ന് അല്ലെങ്കിൽ കൊണ്ട് കയറ്റിയെന്ന് പിന്നെ സ്ത്രീ രഹന പാത്തുമ്മേ അങ്ങനൊരു സാധനത്തിനും ചുമ്മിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞ് പുള്ളി അവിടെ വന്ന് ഞാൻ ചുമ്മണ്ട ഗതികേട് വന്നേന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അവിടെ നിന്ന് കരയുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു. അതായത് അദ്ദേഹം ആദ്യത്തെ 1-2 ദിവസം 2-3 ദിവസം ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിൽ ശബരിമല അടുക്കും ചിട്ടയിലും എല്ലാ ഭക്തന്മാർ വലയുന്നു എന്നൊക്കെയുള്ള രീതി വന്നു. അതിനുശേഷം അദ്ദേഹം ഇടപെട്ടു. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരാക്ഷേപമില്ല, വളരെ കൃത്യമായിട്ട് ഭക്തജനങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പോലീസ് സംവിധാനമൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് ആ രീതിയിലുള്ള പരാതികളൊന്നും വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് 2 ഉദ്യോഗസ്ഥൻ, അതൊന്ന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഇതും പിന്നെ ഇദ്ദേഹത്തിനോടും കോടതി ചോദിക്കും കാര്യങ്ങൾ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലീസിൻ്റെ DGP റാങ്കാണ്, അതായത് പോലീസ് അദ്ദേഹമാണ് ചോദിക്കുന്നത്. അവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ അവരെ ആ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്നതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ പങ്ക് കാണുമായിരിക്കും. അല്ലാതെ ഈ വലിയ ഉത്തരവാദിത്തവും അല്ലെങ്കിൽ വളരെ വലിയ മാറ്റവും അവിടെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നതും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുമായിട്ടുള്ള ഈ ആൾ യാതൊരു കാരണവശാലും അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. അവരൊരു കാര്യത്തിനകത്ത് ഇടപെടുന്നുമില്ല. ഏറ്റവും അവസാനം കൃത്യമായിട്ട് അവിടെ ചെല്ലുന്നു പോലും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. ഏതായാലും ജയകുമാർ എന്ന് പറയുന്ന ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം ശബരിമലയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹം ഈ പറയുന്നത് പോലെ താല്പര്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലവട്ടം പുറകോട്ട് പോകുമ്പോഴും അതിനകത്ത് മുൻതൂക്കം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ്റെ താല്പര്യവും പാർട്ടിയുടെ താല്പര്യവും ഒന്നും ഇദ്ദേഹത്തെ വെച്ചിട്ട് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഇയാൾ തന്നെ ഞാനാണല്ല എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പം അതിന് തടസ്സം ഏതെങ്കിലും രീതിയിൽ വന്നാൽ ആ കാര്യങ്ങൾ അളുമ്പാക്കും, അല്ലെങ്കിൽ അതങ്ങനെ നടക്കണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഈ പറയുന്ന ജയകുമാർ. നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും ശബരിമലയിൽ ജയകുമാർ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്നും അവിടെ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നടത്തിപ്പിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും.